ഫ്രണ്ട്സ്, നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ ലെവൽസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൽ പ്യുവർലി എഡ്യൂക്കേഷൻ പർപ്പസ് ആണ്. ഞാനിപ്പോൾ നിഫ്റ്റിയുടെ 5 മിനിറ്റിൻ്റെ സ്പോട്ട് പ്രൈസിൻ്റെ ചാർട്ടിലാണ്. ഓവറോൾ നമ്മൾ മാർക്കറ്റിൻ്റെ ഒരു വ്യൂ നമ്മൾ നോക്കുമ്പോൾ ഒരു ബിയറിഷ് സൈഡിലേക്കാണ്, അതായത് ഫുഡ് സൈഡിലേക്കുള്ള ഓപ്പർച്യൂണിറ്റീസിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, നാളത്തേക്കുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് 24,430 മുതൽ 24,445 ഏരിയ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണാണ്. അതുപോലെ തന്നെ എന്താണ് 24,300 മുതൽ 24,290 ഏരിയ എന്താണ് ഒരു സപ്പോർട്ട് സോണായിട്ട് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണായിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 24,267 വരെ ഞാൻ പേഴ്സണലി നോക്കുന്ന ഇവിടെ നോട്ട് ട്രേഡിംഗ് സോണാണ്. അപ്പം ഈ ഒരു ലെവൽസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൻ്റെ ലെവൽസ് കൂടി ഒന്ന് കൺസിഡർ ചെയ്യണം. അതിലേക്ക് വരാം. അതുപോലെ തന്നെ ഒരു ബൈ സൈഡ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന 24,520 മുകളിൽ മാത്രമാണ്. അല്ല, നിഫ്റ്റിയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു പ്രൈസ് റിഡക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഡൗൺ സൈഡ് എൻട്രി പ്ലാൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് സഡനായിട്ട് എൻട്രി എടുക്കാനായിട്ട് ചെറിയ സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റിയാണ്. എഗെയിൻ ഞാനൊരു ഓപ്പർച്യൂണിറ്റി കൺസിഡർ ചെയ്യുന്ന 24,500 മുതൽ 520 ഏരിയയിൽ നിന്ന് പ്രൈസ് റിജക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഡൗൺ സൈഡ് എൻട്രി പ്ലാൻ ചെയ്യാം. ഇനിയിപ്പം മാർക്കറ്റ് ഈ ഒരു സപ്പോർട്ട് ലെവലിൻ്റെ താഴെ അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ടിൻ്റെ മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ലെവലിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ഫ്യൂച്ചറിൻ്റെ ചാർട്ട് നമ്മൾ നോക്കുമ്പം ഈ ഒരു ലെവൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കഴിഞ്ഞ ദിവസം നമുക്ക് കഴിഞ്ഞൊരു 3 ദിവസമായിട്ട് നിഫ്റ്റിയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു പ്രൊഫൈലിൻ്റെ ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം. അതായത് 24,358 താഴെ, അതായത് ഇത് ഫ്യൂച്ചറിൻ്റെ ലെവലാണ്. ഈ ഒരു പ്രൈസ് ലെവലിൻ്റെ താഴെ നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ എന്താണ് നിഫ്റ്റി അടുത്തൊരു ഡൗൺ സൈഡിലേക്കുള്ളൊരു വ്യൂ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസ് 24,300 താഴെ സസ്റ്റെയിൻ ചെയ്ത സമയത്ത്, അതുപോലെ തന്നെ 24,266 താഴെയാണ് നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയ ഒരു നോട്ട് ട്രേഡിംഗ് സോണായിട്ട് ഞാൻ കൺസിഡർ ചെയ്യും. അപ്പം ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൻ്റെ പ്രൈസ് നമ്മൾ മെൻഷൻ ചെയ്ത ലെവൽസോട് നിങ്ങൾ വാച്ച് ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയുടെ അടുത്തൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് സോണാണ് 24,175 ഏരിയയിലേക്ക് എന്നാണ് മാർക്കറ്റ് എത്താനൊരു പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പം ഈ ഒരു ലെവലിൽ നിന്ന് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നൊരു ബൈ എൻട്രി ആണ്. അതായത് ഈ ഒരു ലെവലിലേക്ക് പ്രൈസ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് സഡനായിട്ട് ബൗൺസ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ലോങ് എൻട്രിക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം ഇവിടെ നമ്മൾ നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൻ്റെ പ്രൈസിൽ നോട്ട് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് സോണാണ്. അതായത് 24,265 മുതൽ 24,220 ഏരിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഒരു ബൈ സോണാണ്. അതായത് സ്മാർട്ട് മണി ആക്ടിവിറ്റി നടന്നൊരു ഏരിയയാണ്. അപ്പം ഒരു 99% മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ സഡനായിട്ട് മാർക്കറ്റ് ബൗൺസ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക് യു.